ഇന്ന് നമ്മൾ ഒരു സെൻസർ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ടൊരു റൊട്ടേഷണൽ പാർട്ടിൻ്റെ RPM മെഷർ ചെയ്യാണ്. അതായത് മൂവിങ് പാർട്ടിൻ്റെ എത്ര റൊട്ടേഷൻ നടന്നു എന്നുള്ളത് നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു VFD വെച്ചിട്ടുണ്ട്, സ്പീഡ് കൺട്രോൾ ചെയ്യാൻ. ഇവിടെ ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്, മെറ്റൽ ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമ്മളവിടെ ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. ഒരു റീസെറ്റിൻ്റെ പുഷ് ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം കാണിച്ചതിനകത്ത് പുഷ് ബട്ടൺ ഉണ്ട്. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ സെൻസർ ഡിറ്റക്ട് ചെയ്യും, ഇവിടെ കൗണ്ട് നടക്കുകയും ചെയ്യും. XC2200 എന്ന് പറയുന്ന സെലക്റ്റിൻ്റെ കൗണ്ടറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പതുക്കെ അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാണ്. ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എക്സാമ്പിൾ ഒരു 30 RPM ആണെങ്കിൽ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ആ റൊട്ടേഷൻ കാണിക്കുന്നതായിരിക്കും. അതേപോലെ നമ്മൾ പതുക്കെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാണ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ അതും പ്രൊപ്പോർഷണലി തന്നെ ഇവിടെ കൗണ്ട് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എത്ര കൗണ്ട് നടന്നു എന്നുള്ളത് ഇതിനകത്ത് നോക്കിയിട്ട് മനസ്സിലാകാൻ പറ്റും. നമ്മളൊരു പർട്ടിക്കുലർ കൗണ്ട് കഴിഞ്ഞ് റീസെറ്റ് ചെയ്യണമെങ്കിൽ ആ റീസെറ്റിൻ്റെ ഒരു പുഷ് ബട്ടൺ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുവഴി നമുക്ക് ഇതിനെ റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സ്പീഡ് ഇൻക്രീസ് ആയി അറൗണ്ട് ഒരു 400-500 RPM ഇപ്പോൾ കറങ്ങുന്നുണ്ട്. അപ്പോൾ അത്രയും തന്നെ കൗണ്ട് ഇപ്പോൾ അവിടെ ഇൻക്രീസ് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും.